പിന്നെ എന്താ പറയാ അറിയോ, എന്റെ മാൻ കല്യാണം കഴിച്ചത് ആഴ്ചയിൽ ടൂർ പോയതിന്റെ പണി എവിടുന്നാതിന് കായി എവിടുന്നും ഉണ്ടാവില്ല. ഉള്ള പൈസ അങ്ങനെ അങ്ങോട്ട് തീരും. അപ്പോൾ ജുമാക്ക് പോവുക, ജമായത്തിന് പങ്കെടുക്കുക, അത്യാവശ്യം ദീനീ കാര്യങ്ങൾക്ക് പോവുക, കുടുംബത്തിലൊക്കെ പോവുക. അല്ലാതെ വല്ലാതെ വിനോദ ജീവിതം നമ്മൾ നയിച്ചാൽ നമുക്ക് അള്ളാഹു ഇവിടെയും അവിടെയും കൂടി സുഖം തരില്ല. ഒന്നുകിൽ ഇവിടെ സുഖമാവും, അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ വിനോദങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക. ജീവിതത്തിൽ ഒരു പ്ലാനിങ് വേണം. ഒരു ഫാമിലി ആവുമ്പോൾ ഒരു ഫാമിലിയുടെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ ബാപ്പ ഇങ്ങനെ ഇരിക്കണ കാണാം ആശുപത്രിയുടെ പുറത്ത്. എത്ര നിങ്ങൾ ആലോചിച്ചാൽ ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയാണ്. ഞാനിപ്പോൾ ആലോചിച്ചത് അങ്ങനെയല്ല. ഓനിപ്പോൾ സ്കൂളും മദ്രസും ഒക്കെ അവിടെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഓനൊരു 20 വയസ്സാകുമ്പോൾ ഓനൊരു പെണ്ണ് കെട്ടണം. പെണ്ണ് കെട്ടിച്ചുമ്പോൾ ഓനൊരു 5 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ കൊടുക്കുക, അവിടെ ഒരു പെര കയറ്റണം. എന്നിട്ട് ആ പെരയിൽ ഒന്ന് കുടിയിരുന്നിട്ട് ഓനെ കുട്ടികളൊക്കെ ആകുമ്പോൾ രണ്ടാമത്തനെ കൊണ്ട് പെണ്ണിടിക്കണം. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. എന്ത് ഹലാലായ പ്ലാനിങ് അല്ല, നമുക്ക് ബുദ്ധിമുട്ട് ഇടങ്ങാറൊന്നും ഉണ്ടാക്കണമല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കേക്കാരൻ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിക്കാരൻ. അപ്പൊ ആ പെൺകുട്ടി ജനിച്ചാൽ ആ വാപ്പ അമ്മ ആലോചിക്കണം, ഈ കുട്ടിനെ നേരെ ചൊവ്വേ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ദീനിയായ ഒരുത്തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വാപ്പാൻ്റെ ഒരു സ്വപ്നമാണത്, ഉമ്മാൻ്റെ ഒരു സ്വപ്നമാണ്. അങ്ങനെ വളർന്നു വന്ന സമയത്ത് മകൻ 25 വയസ്സായപ്പോൾ മകനോട് വാപ്പ ചോദിച്ചാലോ, അല്ല മനെ, എനിക്കൊരു പെണ്ണ് കെട്ടിച്ചാൻ തീരുമാനിച്ചിങ്ങനെ, ഒരു പെണ്ണ് കെട്ടുകല്ലേ. അപ്പോൾ ഓൻ പറഞ്ഞാൽ വാപ്പ ഇപ്പം തന്നെ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞോട്ടെ. മുമ്പ് അങ്ങനെ ഒരാഴ്ചയിലേറെ അപ്പുറം ഒന്നും എന്തില്ല, പെണ്ണ് കെട്ടാനൊന്നും ഒരു കൊല്ലത്തെ ശബ്ദമൊന്നും ആർക്കും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഈ പെണ്ണ് കെട്ടില്ല എന്നാൽ പിന്നെ ഓനവിടെ കാണില്ല. പിന്നെ ഓൻ ചിലപ്പോൾ വൈകുന്നേരത്തിന് വരുന്നല്ല. കൂട്ടുകാരോട് പറയും, വാപ്പ തോന്നിയാസം പറയാണ്, ഉമ്മ മാണ്ടാത്ത പറയാണ്. എന്ത് ഈ ഒരു പെണ്ണ് കെട്ടൻ, ഈ പെണ്ണ് കെട്ടണ്ടേന്ന് ചോദിക്കണം. അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ വിവാഹം എന്താണ്? നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മളുടെ ദീൻ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബാപ്പ നമ്മളോട് ചോദിക്കുകയാണ്, എന്നോട് എൻ്റെ ഉപ്പയാ ചോദിച്ചത്, അല്ല ഇങ്ങനെ പ്രസംഗിച്ച് കുടുംബജീവിതമൊക്കെ പറഞ്ഞു നടന്നാൽ മതി, ഇത് മാണ്ടേന്നാണ് എന്നോട് ചോദിച്ചത്. അത് ഈ ബായക്കൊല വെട്ടാൻ പോകുമ്പോൾ പിന്നെ പഴയ കരൻ്റെ മുമ്പ് കൂടി ഇങ്ങനെ പോകണം, അവിടുന്നാണ് വാപ്പ ചോദിച്ചത്. എല്ലാവരുടെയും ഒന്നും ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ വാപ്പാനോട് പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾ തെരഞ്ഞോളി. പിന്നെ ഈ ബാപ്പി ചർച്ച ചെയ്ത് ഒരു കുട്ടിനെ കണ്ടെത്തി. ആ കുട്ടി പിന്നെ കാണാൻ പോണ ഒരു വിളിച്ച് കിട്ടിയില്ല, ഓലെൻ്റെ ഒരു MIT പോയി ഉറപ്പിച്ച് പോന്ന. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് വേറൊരു ബുദ്ധിമുട്ടും ഇല്ല. വാപ്പി ഇമ്മയും കണ്ടെത്തി ഒരു ഫാത്തിമ എന്നൊരു പെൺകുട്ടി എനിക്ക് തന്നുകൊണ്ട് അതിന് ശേഷമാണ് ജോലി, അതിന് ശേഷമാണ് വർക്കത്ത്, അതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ നമ്മൾ വാപ്പാരി ഇമ്മാരി വാക്കിനൊക്കെ ഒരു നല്ല വിലയൊക്കെ